Hi everyone, good morning. നമ്മൾ ചാപ്റ്റർ 3 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തു. സോ വി ആർ അബൌട്ട് ടു ബിഗിൻ ചാപ്റ്റർ 4 ദറ്റ് ഇസ് സൈക്ലിക് ഗ്രൂപ്പ്സ്. ജനറേറ്റേഴ്സ് ഒക്കെ എന്താണെന്ന് നമ്മൾ ഡെഫിനിഷനിൽ കണ്ടു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. സോ ദ സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് സി അണ്ടർ ഓർഡിനറി അഡീഷൻ ഇസ് സൈക്ലിക്. അതായത് നമ്മൾ ഇൻറ്റിജേഴ്സിൻ്റെ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ ഓർഡിനറി അഡീഷൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഓർഡിനറി അഡീഷൻ ആണ്. ഓർഡിനറി അഡീഷനിൽ സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സിൻ്റെ ആ ഒരു സെറ്റ് സൈക്ലിക് ആണ്. അപ്പോൾ സൈക്ലിക് ആണെന്ന് പറയണമെങ്കിൽ അത് ജനറേറ്റേഴ്സ് ഉണ്ടായിരിക്കണം അതിന്. അപ്പോൾ ഏതൊക്കെ എലമെന്റ്സ് വെച്ചിട്ട് നമുക്ക് ആ സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സിനെ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും? 1 and -1 ആർ ദി ജനറേറ്റേഴ്സ്. അപ്പം എന്താണ് 1n നമ്മൾ മീനിങ് ഒക്കെ നേരത്തെ പറഞ്ഞു. ആ ഓപ്പറേഷൻ 1n മീനിങ് എന്താണെന്ന്. അപ്പോൾ ബേസിക്കലി ഇപ്പോൾ 1 സ്ക്വയർ എന്ന് എഴുതുകയാണെങ്കിൽ നമ്മൾ 2 times 1 ആണ് ചെയ്യുന്നത്. 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് 3 times 1. ഇപ്പോൾ 1⁻⁴ എന്ന് എഴുതിയാൽ ഇറ്റ് ഇസ് -4 times 1. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ with the elements 1 and -1 we are able to find the set of integers. Therefore 1 and -1 are called the generators of the set Z. സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സിന്റെ ജനറേറ്റേഴ്സ് ആയിട്ട് നമുക്ക് 1നെയും -1നെയും പറയാം. സോ ഇവിടെ നിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും 1n is interpreted as 1 + 1 + 1, അതായത് n times 1 ആണ്. ഇപ്പൊ n പോസിറ്റീവ് ആകുമ്പോൾ, ഇപ്പൊ അങ്ങനെയല്ല n നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ അത്രയും താണ്. ഇപ്പൊ -4 എന്ന് എഴുതിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ -4 × 1 is equal to -4. അതിന്റെ മീനിങ് എന്താണ്? നമുക്ക് -1നെ 4 പ്രാവശ്യം ആഡ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ മീനിങ്, which is equal to -4. So that is how the generators 1 and -1 give the group set of integers. Okay. ഇനി അടുത്ത പറയുന്നത് സെറ്റ് നമ്മുടെ കോൺഗ്രൻസ് മോഡുലറുടെ ഗ്രൂപ്പ്. The set Zn is equal to 0, 1, 2, 3 etc. up to n-1 for n greater than or equal to -1. It is a cyclic group under addition modulo n. ഇവിടെയും 1ഉം -1ഉം തന്നെയാണ് ജനറേറ്റേഴ്സ് ആയിട്ട് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആഡ് ചെയ്തു, ഫസ്റ്റ് എലമെന്റ് എടുത്ത് 0 + 1 എടുക്കുമ്പോഴത്തേക്കും നമുക്ക് നെക്സ്റ്റ് എലമെന്റ് കിട്ടും. 1 + 1 എടുക്കുമ്പോൾ 2 കിട്ടും. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നത്? 0 + 1 എടുക്കുമ്പോൾ 1 കിട്ടും, 1 + 1 എടുക്കുമ്പോൾ 2 കിട്ടും, പിന്നെ 2 + 1 എടുക്കുമ്പോൾ 3. അങ്ങനെ n-1 വരെ നമുക്ക് പോകാം. n-2 + 1 എടുക്കുമ്പോൾ നമുക്ക് ലാസ്റ്റ് എലമെന്റ് കിട്ടും. ഇനി ഏതെങ്കിലും കേസിൽ നമ്മൾ -1 വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പൊ നമുക്ക് ഇപ്പം Z7 എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വി ഹാവ് ദ നമ്പേഴ്സ് ഫ്രം 0, 1, 2, 3, 4, 5, 6 വരെ ഉണ്ട്. ഇപ്പം നമുക്ക് ചിലപ്പോൾ -3 ആണ് കിട്ടുന്നതെങ്കിൽ -3 mod 7 എന്ന് പറയുന്നത് 4 ആണ്. -3 mod 7 എന്ന് പറയുമ്പോൾ നമുക്ക് 4 കിട്ടും. അപ്പോൾ 4 ഇവിടെ ഉണ്ട്. ഇപ്പം നെഗറ്റീവ് നമ്പർ ആണെങ്കിലും അതാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. -1 ആണെങ്കിൽ is equal to n-1 ആണ് ജനറേറ്റേഴ്സ്. നെഗറ്റീവ്സ് കിട്ടിയാലും അതിന്റെ കറസ്പോണ്ടിങ് പോസിറ്റീവ് നമ്പർ ഈ സെറ്റിനകത്തും ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഈ Zn എന്ന് പറയുന്ന സെറ്റിന്റെ ജനറേറ്റേഴ്സും 1 and -1 ആണ്. പക്ഷെ ഇവിടത്തത് ഇറ്റ് ഇസ് നോട്ട് ഓർഡിനറി അഡീഷൻ ബട്ട് ഇറ്റ് ഇസ് സൈക്ലിക് ഗ്രൂപ്പ് അണ്ടർ അഡീഷൻ മോഡുലോ n എന്ന് പറയുന്ന ഓപ്പറേഷനിലാണ് അത് സൈക്ലിക് ആവുന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ Z8 എന്ന് പറയുന്ന ഗ്രൂപ്പ് എടുത്തു. ഇപ്പൊ Z8ന്റെ ജനറേറ്റേഴ്സ് ആയിട്ട് പറയുന്നത് 1, 3, 5, 7. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ആ വെരിഫിക്കേഷൻ ചെയ്യാൻ പറ്റുന്നത്? 3 വെച്ചിട്ട് നമുക്ക് എങ്ങനെ ജനറേറ്റേഴ്സ് എടുക്കാനായിട്ട് പറ്റുന്നു? അപ്പൊ ഞാനിവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. 3⁻0 0 ആണ്. 3⁻1 is 3. 3⁻2 എന്ന് പറയുമ്പോൾ 2 × 3, 3 + 3 6 ആണ്. 3⁻3 that is 3 + 3 + 3 9 കിട്ടി. ഇപ്പൊ 9 മോഡുലോ 8 എടുക്കുമ്പോൾ നമുക്ക് റിമൈൻഡർ 1 കിട്ടും. 3⁻4 is 12 ആണ്. 12 മോഡുലോ 8 4 കിട്ടുന്നു. 3⁻5 5 3s are 15. 15 മോഡുലോ 8 എന്ന് പറയുന്നത് 7 ആണ്. 3⁻6 is 18. 18 മോഡുലോ 8 റിമൈൻഡർ 2 ആണ്. 3⁻7 is 21. 21 മോഡുലോ 8 is 5 റിമൈൻഡർ 5 ആണ്. അപ്പൊ നമുക്ക് ആ പറയുന്ന Z8 എന്ന് പറയുന്ന സെറ്റിലെ എല്ലാ എലമെന്റ്സും കിട്ടില്ലേ? 0, 1, 2, 3, 4, 5, 6, 7 എല്ലാ എലമെന്റ്സും ജനറേറ്റ് ചെയ്ത് കിട്ടി. അപ്പൊ 3 എന്ന് പറയുന്നത് ഒരു ജനറേറ്റർ ആണ്. Z8 എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ ജനറേറ്റർ ആണ് 3. സെയിം വേ നിങ്ങൾക്ക് 1നും 5നും 7നും
ജനറേറ്റേഴ്സ് ആണെന്ന് നമുക്ക് വെരിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഒരു എലമെന്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു എന്നേ ഉള്ളൂ. ബാക്കി എലമെന്റ്സും നിങ്ങൾ ഇതേപോലെ പവേഴ്സ് എടുക്കുക, അല്ലെങ്കിൽ അഡീഷൻ ചെയ്ത് കോൺഫിഡൻസ് മോഡിലോ 8 ചെയ്യാം. അപ്പൊ നമുക്ക് ഇതിന്റെ ജനറേറ്റേഴ്സ് ആയിട്ട് കിട്ടും. പക്ഷെ 2-ല് നോക്കിക്കഴിഞ്ഞാൽ കിട്ടത്തില്ല. കാരണം 2-ന്റെ ജനറേറ്റേഴ്സ് ആയിട്ട് വരുന്നത് 2-ന്റെ അല്ലെങ്കിൽ 2 കൊണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന എലിമെന്റ്സ് എന്ന് പറയുന്നത് 0, 2, 4, 6 ആണ്. യു ആർ നോട്ട് ഏബിൾ ടു ജനറേറ്റ് ദ ഫുൾ സെറ്റ് Z8. Therefore 2 is not a generator. But in order to say that an element is a generator, നമുക്ക് ആ പറയുന്ന ഓപ്പറേഷൻ ചെയ്യുമ്പോൾ സെറ്റിലുള്ള എല്ലാ എലമെന്റ്സും കിട്ടണം. ഏതെങ്കിലും എലമെന്റ് മിസ് ആയി കഴിഞ്ഞാൽ അത് ജനറേറ്റർ ആണെന്ന് പറയാൻ പറ്റില്ല. അടുത്ത എക്സാമ്പിൾ U10-ന്റെ ആണ്. ഇപ്പൊ UN നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ തൊട്ട് കാണുന്നുണ്ട് UN എന്താണെന്ന്. ഇപ്പൊ UN എന്ന് പറയുന്നത് എന്നുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള നമ്പേഴ്സിന്, അതായത് GCD ഓഫ് N ആൻഡ് ദാറ്റ് നമ്പർ ഹാസ് ടു ബി 1. റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള നമ്പേഴ്സിന്റെ കളക്ഷനെയാണ് UN എന്ന് പറയുന്നത്. അപ്പൊ U10-ന്റെ മീനിങ് എന്താണ്? ദ നമ്പേഴ്സ് 10-ഉമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള നമ്പേഴ്സ്. 1ഉം 10ഉം GCD 1 ആണ്. 2 എഴുതാൻ പറ്റില്ല. 2, 10 GCD 2 ആണ്, അപ്പൊ പറ്റില്ല. 3ഉം 10ഉം GCD 1 ആണ്. 7ഉം 10ഉം ആണ് 9. അപ്പൊ 4 എലമെന്റ്സ് U10-ന്റെ അകത്ത് വരത്തുള്ളൂ. പിന്നെ ഈ സെറ്റിന്റെ U10 എന്ന് പറയുന്ന സെറ്റിന്റെ ജനറേറ്റേഴ്സ് ആയിട്ട് വരുന്നത് 3ഉം 7ഉം ആണ്. അപ്പൊ എന്താണ് 3 വെച്ചിട്ട് 3 raised to 0, 3 raised to 1, 3 cube, 3 square, 27. Okay. അപ്പം റിമൈൻഡേഴ്സ് വന്നു. 3 and 7 are the generators for U10. അത് വേറൊരു എക്സാമ്പിൾ. ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് ഒരു സെറ്റിന്റെ ജനറേറ്റേഴ്സ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ്. അടുത്ത വരുന്നത് ഒരു തിയറമാണ്. ദാറ്റ് ഈസ് ദ ക്രൈറ്റീരിയൻ ഫോർ a power I is equal to a raised to j. അതായത് 2 ഡിഫറെന്റ് പവേഴ്സ് ഈക്വൽ ആയിട്ട് വരുന്നത് എന്ത് ബേസിസിലാണ്? ലെറ്റ് G be a group and let A belong to G. ഒരു ഗ്രൂപ്പ് എടുക്കുക, ഗ്രൂപ്പിൽ ഒരു എലമെന്റ് എടുക്കുക. എന്റെ ഓർഡർ ഇൻഫൈനൈറ്റ് ആണെങ്കിൽ, ഇഫ് എ ഹാസ് ഇൻഫൈനൈറ്റ് ഓർഡർ, then a raised to I is equal to a raised to j if and only if I is equal to j. അപ്പോ ഈ പറയുന്ന a raised to I is equal to a raised to j എന്ന് പറയണമെങ്കിൽ I equal to j ആയിരിക്കണം. എന്താണ് കണ്ടീഷൻ? എക്ക് ഇൻഫൈനൈറ്റ് ഓർഡർ ആണെങ്കിൽ. ഇനി ഫൈനൈറ്റ് ഓർഡർ ആണെങ്കിലോ, a raised to a has finite order, n എന്ന് പറയുന്നതാണ് എലമെന്റിന്റെ ഓർഡർ എങ്കിൽ എ എന്ന് പറയുന്ന എലമെന്റ് ജനറേറ്റ് ചെയ്യുന്ന സെറ്റ് എ സ്ക്വയർ, അത് ഇ എന്ന് പറയുമ്പോൾ എ റേസ് ടു 0 ആണ്, അതാണ് ഇ എന്ന് പറയുന്നത്. എക്സെട്ര അപ് ടു എ പവർ n മൈനസ് 1 ആൻഡ് എ റേസ് ടു ഐ ഈസ് ഈക്വൽ ടു എ റേസ് ടു ജെ ഇഫ് ആൻഡ് ഓൺലി ഇഫ് n ഡിവൈഡ്സ് ഐ മൈനസ് ജെ. ഇത് ഫൈനൈറ്റ് ഓർഡറിന്റെ കേസ്. അപ്പൊ ഈ തിയറം പ്രൂവ് ചെയ്യുന്നത് 2 ഡിഫറെന്റ് കേസിനാണ്, ഫൈനൈറ്റ് ഓർഡറിനും ഇൻഫൈനൈറ്റ് ഓർഡറിനും. അപ്പൊ ഫസ്റ്റ് കേസ് നമുക്ക് ഇൻഫൈനൈറ്റ് ഓർഡർ വന്നാൽ എങ്ങനെയാണെന്ന് നോക്കാം. ലെറ്റ് എ ബി an element of G and A has infinite order. അപ്പം there exists number n such that a raised to n is equal to a. ഇപ്പൊ ഇൻഫൈനൈറ്റ് ഓർഡർ ആണ്. there exists no number. ഇൻഫൈനൈറ്റ് ഓർഡർ ആകുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ ഐഡന്റിറ്റി എലമെന്റ് കിട്ടുന്ന ഒരു n ഇല്ല, ഒരു ഇന്റിജർ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഫൈനൈറ്റ് ഓർഡർ ആണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ ഇനി അസ്യൂം ചെയ്യുന്നത് എ റേസ് ടു ഐ ഈക്വൽ ടു എ റേസ് ടു ജെ ആണെങ്കിൽ എനിക്ക് ഐ ഇസ് ഈക്വൽ ടു ജെ. അത് നമുക്ക് ഈസിലി പറയാൻ പറ്റും. നമ്മൾ പണ്ടോട്ടെ എക്സ്പോണൻസിൽ പഠിക്കുന്ന ലോജിക്കാണ്. ഇപ്പൊ നമുക്ക് എ റേസ് ടു അല്ലെങ്കിൽ 2 റേസ് ടു എക്സ് ഇസ് ഈക്വൽ ടു 2 റേസ് ടു 3 എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസ് സെയിം ആയതുകൊണ്ട് നമുക്ക് എക്സ് ഈക്വൽ ടു 3 എന്ന് എഴുതാൻ പറ്റും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതേ ലോജിക്കിൽ തന്നെയാണ് ഈ തിയറത്തിന്റെ പ്രൂഫ് പോകുന്നത്. Assume that a raised to I is equal to a raised to j. We have to prove that I is equal to j. അപ്പോ രണ്ട് സൈഡിലും a raised to minus j കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. So a raised to I into a raised to minus j is equal to a raised to j into a raised to minus j. അപ്പോൾ ഇതിൽ പവേഴ്സിനെ ആഡ് ചെയ്യാം. അപ്പൊ a raised to I minus j is equal to a raised to j minus j 0 ആയി. അപ്പോൾ ഇപ്പൊ ബേസ് സെയിം ആയപ്പോഴത്തേക്കും പവേഴ്സ് ഈക്വേറ്റ് ചെയ്യാം. അപ്പൊ ഐ മൈനസ് ജെ ഇസ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് ഐ ഇസ് ഈക്വൽ ടു ജെ. ഇനി ഇതിന്റെ കോൺവേഴ്സ്, ഐ ഇസ് ഈക്വൽ ടു ജെ ആണെങ്കിൽ എ റൈസ് ടു ഐ ഇസ് ഈക്വൽ ടു എ റൈസ് ടു ജെ എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ അതിന് ഓക്കെ, അപ്പോ ഐ മൈനസ് ഐയും ജെയും ഈക്വൽ ആണെങ്കിൽ എനിക്ക് തിരിച്ചു പറയാലോ, ഐ മൈനസ് ജെ ഇസ് ഈക്വൽ ടു എ റൈസ് ടു. നേരത്തെ ചെയ്ത പ്രൂഫിന്റെ ജസ്റ്റ് റിവേഴ്സ് പോവാന്നുള്ളതേ ഉള്ളൂ.
ആദ്യം അതിനെ ഒരുമിച്ചെടുക്കുക, i മൈനസ് ജെ എന്ന് എടുക്കുക, എന്നിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യും. a റേസ് ടു i ഇൻറ്റു a റേസ് ടു മൈനസ് ജെ ഇസ് ഈക്വൽ ടു a റേസ് ടു 0 എന്നാക്കി, എന്നിട്ട് രണ്ട് സൈഡിലും a റേസ് ടു ജെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ a റേസ് ടു i a റേസ് ടു മൈനസ് ജെ ഇൻറ്റു a റേസ് ടു ജെ ഇസ് ഈക്വൽ ടു a റേസ് ടു 0 ടൈംസ് a റേസ് ടു ജെ. രണ്ട് പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോഴത്തേക്കും മൈനസ് ജെ പ്ലസ് ജെ ക്യാൻസൽ ചെയ്ത് പോകും, 0 പ്ലസ് ജെ ജെ ആയി. അപ്പൊ a റേസ് ടു i ഇസ് ഈക്വൽ ടു a റേസ് ടു ജെ. അത് രണ്ടും ഒരു റിവേഴ്സ് പ്രോസസ് ആണ്. ഫസ്റ്റ് കേസിൽ വി മൾട്ടിപ്ലൈഡ് വിത്ത് a റേസ് ടു മൈനസ് ജെ, രണ്ടാമത്തത് പ്രൂവ് ചെയ്യുമ്പോൾ കോൺവേഴ്സ് പ്രൂവ് ചെയ്യുമ്പോഴത്തേക്ക് a റേസ് ടു പ്ലസ് ജെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അത് ഇൻഫൈനൈറ്റ് ഓർഡർ വരുന്ന കേസായിരുന്നു. ഇനി നമ്മുടെ കേസ് 2 എന്ന് പറയുമ്പോഴത്തേക്കും എന്റെ ഓർഡർ ഫൈനൈറ്റ് ആണ്. അപ്പൊ അതെങ്ങനെയാണ് വരുന്നത്? ഓർഡർ ഓഫ് എ ഇസ് ഫൈനൈറ്റ്. ഇപ്പൊ ഫൈനൈറ്റ് ഓർഡർ ആണെങ്കിൽ there exists a number like there exists a integer such that a raised to n is equal to. ഡിഫറൻസ് നോക്കിക്കോണം. ഫസ്റ്റ് എടുക്കുമ്പോൾ ഇൻഫൈനൈറ്റ് ഓർഡർ ആണ്, അപ്പൊ there exists no n എന്നാണ് പറഞ്ഞത്. ഇൻഫൈനൈറ്റ് ഓർഡർ ആണെങ്കിൽ അങ്ങനെ ഒരു n ഇല്ല. കേസ് 2 പറയുന്നത് ഫൈനൈറ്റ് ഓർഡർ ആണ്, അപ്പൊ അങ്ങനെ ഒരു n ഉണ്ട് such that a raised to n is equal to e. So first you have to show that a എന്ന് പറയുന്ന എലമെന്റ് ജനറേറ്റ് ചെയ്യുന്നത് ഈ ടൈപ്പ് ഓഫ് എലമെന്റ്സ് ആണെന്ന്, ഈ a സ്ക്വയർ എക്സെട്ര അപ് ടു a റൈസ് ടു n മൈനസ് 1. അപ്പൊ എന്ത് ചെയ്യും? a റൈസ് ടു k, അതായത് ഈ ജനറേറ്റ് ചെയ്യുന്ന സെറ്റിൽ ഒരു എലമെന്റ് എടുക്കുകയാണ്. ദാറ്റ് ഇസ് a റൈസ് ടു k ബിലോങ്സ് ടു സെറ്റ് a ഫോർ k എലമെന്റ് ഓഫ് z. ഇപ്പൊ kന്റെ വാല്യൂസ് ഇങ്ങനെയായിരിക്കും, 1 2 3 എക്സെട്ര അപ് ടു n മൈനസ് 1 വരെയാണ് kന്റെ വാല്യൂസ് വരിക എന്നാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് പഠിച്ചിട്ടുള്ള നമ്മുടെ ഡിവിഷൻ ഉണ്ടല്ലോ, ലോങ് ഡിവിഷൻ മെത്തേഡ്. അപ്പൊ ഡിവിഷൻ അൽഗോരിതം ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഡിവിഷൻ അൽഗോരിതം പറഞ്ഞത് ഏത് നമ്പർ നിങ്ങൾ ഇപ്പൊ എടുത്താലും, ഞാനിപ്പോ 15നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് വെക്കാം. അപ്പൊ 15നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? 15നെ നമ്മൾ ലോങ് ഡിവിഷനിൽ ചെയ്യുമ്പോഴത്തേക്കും 1 കിട്ടി. അപ്പൊ 15 is equal to 7 times 2 plus 1. അതായത് ആ ഡിവിഡൻഡ് ഇസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ എന്ന് പറയുന്ന ലോജിക്ക്. അതാണ് ഡിവിഷൻ അൽഗോരിതം. അപ്പം ഏത് നമ്പറിനെ എടുത്താലും എനിക്ക് qn plus r എന്ന് എഴുതാം, വേർ r lies between 0 and n for some integers q and r. ചിലപ്പോൾ റിമൈൻഡർ 0 ആയിരിക്കാം, ചിലപ്പോൾ റിമൈൻഡർ 0 വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആവുന്ന കേസ്, അല്ലാത്ത കേസിൽ റിമൈൻഡർ 0 ആവണം എന്നില്ല. ഇപ്പൊ ഡിവിഷൻ അൽഗോരിതം വഴി എനിക്ക് ഇന്റിജറിനെ ഇങ്ങനെ എഴുതാനായിട്ട് പറ്റി. ഇനി ഈ k യൂസ് ചെയ്തിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. a റൈസ് ടു kനെ മാറ്റി എഴുതും. കണ്ട, a റൈസ് ടു k ആയിരുന്നു നമ്മൾ എടുത്തിരുന്നത് ആദ്യം. ഇപ്പൊ k എന്ന് പറയുന്നതിന് ഡിവിഷൻ അൽഗോരിതം വഴി എനിക്ക് qn plus r എന്ന് എഴുതാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പൊ ഇനി ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുക. qn plus r-നെ a റൈസ് ടു qn ടൈംസ് a റൈസ് ടു r എന്ന് എഴുതി. ഇവിടെ a റൈസ് ടു n, കാരണം എക്ക് ഫൈനൈറ്റ് ഓർഡർ എന്നായിരുന്നു നമ്മൾ എടുത്തത്. ഫൈനൈറ്റ് ഓർഡർ ആണെങ്കിൽ a റൈസ് ടു n എന്ന് പറയുന്നത് e ആണെന്ന് എടുത്തു. അപ്പൊ ഈ a റൈസ് ടു qn-നെ നമ്മൾ ആ രീതിയിലൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുക. So when you rearrange that term, you get a power n the whole raised to q times a raised to r. So we already got that a raised to n is equal to e, because that was your assumption. See, a raised to n is equal to e എന്ന് already എടുത്തിട്ടുണ്ട്. So e raised to q times a raised to r. Identity raised to any number is identity itself. So e into a raised to r, and identity times any element is the element. So e times a raised to r is a raised to r. അപ്പൊ എന്താ കിട്ടിയേ? a raised to k is equal to a raised to r എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഡിവിഷൻ അൽഗോരിതം വഴി എപ്പോഴും ഓർമ്മിക്കേണ്ട കാര്യം, നമ്മൾ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന റിമൈൻഡേഴ്സ് ഒരിക്കലും നമ്പറിനെക്കാട്ടിലും വലുതായിരിക്കത്തില്ല. ഐ മീൻ what I try to say is like, okay, ഇവിടെ ഇപ്പൊ നിങ്ങൾ 15നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ പോസിബിൾ റിമൈൻഡേഴ്സ് എന്ന് പറയുന്നത് 0ഉം 1ഉം മാത്രമേ പറ്റുള്ളൂ. ഞാനിപ്പോ 14നെ ആണ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ I get 2 times 7, റിമൈൻഡർ 0 കിട്ടി. ഇവിടെ എനിക്ക് റിമൈൻഡർ 1 കിട്ടി, ഈ റിമൈൻഡർ 0 ആണ്. അപ്പോൾ മോഡുലോ 2 ചെയ്ത് കഴിഞ്ഞാൽ ദ പോസിബിൾ റിമൈൻഡേഴ്സ് എന്ന് പറയുന്നത് 0ഉം 1ഉം ആണ്. അപ്പൊ ഞാൻ മോഡുലസ് ഓഫ് 3 ആണ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ പോസിബിൾ റിമൈൻഡേഴ്സ് 0 1 2 ആണ്. അപ്പൊ ഒരിക്കലും ദ റിമൈൻഡർ വിൽ നോട്ട് എക്സീഡ് ദ നമ്പർ വിച്ച് യു ആർ ഡിവൈഡിങ്. ഇപ്പൊ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരിക്കലും നമുക്ക് 6 റിമൈൻഡർ കിട്ടില്ല, അല്ലെങ്കിൽ 5നെക്കാട്ടിലും വലിയൊരു നമ്പർ ഒരിക്കലും റിമൈൻഡർ ആയിട്ട് വരില്ല, എപ്പോഴും അതിന്റെ താഴെ നിൽക്കത്തുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയത് a raised to k is equal to a raised to r എന്നാണ്. ആൻഡ് റിമൈൻഡേഴ്സ് എവിടം തൊട്ട് എവിടം വരെയാണ്? 0 തൊട്ട് n വരെ ഇല്ല, n മൈനസ് 1 വരെ ഉള്ളൂ. അപ്പൊ k ന്റെ വാല്യൂസ് എന്ത് തന്നെയായിരിക്കും? a raised to k ഉം r ഉം സെയിം അല്ലേ? k ഈക്വൽ ടു r ആണ്. ഇഫ് the values of r lies from 0 to n,
ഒബ്വിയസ്ലി കെന്റെ വാല്യൂസും 0 തൊട്ട് n വരെ തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം a raised to k belongs. ഇപ്പം a raised to k എന്ന് പറയുമ്പോൾ kക്ക് എടുക്കാൻ പറ്റുന്ന പോസിബിൾ വാല്യൂസ് ആർ 0, 1, 2, 3 എക്സെട്ര അപ് ടു n-1. അപ്പോൾ ആ സെറ്റ് ജനറേറ്റ് ചെയ്യുന്ന എലമെന്റ്സ് ഇങ്ങനെയാണ്. a raised to 0 becomes e here, identity. So the set generated by the element a is of the type e a square or a raised to 0, a raised to 1, a raised to 2 etc. up to a power n-1 സെറ്റ് ജനറേറ്റ് ചെയ്തു. ഇനി എനിക്ക് ആ പറയുന്ന n i-j ഡിവൈഡ് ചെയ്യുന്നതും കൂടി കാണിക്കണം. സോ ഫോർ ദാറ്റ് വി അസ്യൂം ദാറ്റ് a raised to I is equal to a raised to j. ഓർഡർ ഓഫ് a ആണ് n. അപ്പോൾ n ഡിവൈഡ്സ് i-j എന്ന് കാണിക്കണം. അപ്പോൾ a raised to I is equal to a raised to j ആകുമ്പോഴത്തേക്കും വി ക്യാൻ റൈറ്റ്, നമ്മൾ നേരത്തെ എഴുതിയതുപോലെ a raised to i-j is equal to a power 0 എന്ന് വന്നു. a power 0ക്ക് പകരം ഐഡന്റിറ്റി എഴുതി. അപ്പോ വീണ്ടും ഈ നമ്മൾ k എന്ന് പറയുന്ന ഇന്റിജറിനെ ചെയ്ത അതേ ലോജിക്ക് തന്നെ ഇവിടെയും i-jക്ക് യൂസ് ചെയ്യാം. അപ്പൊ ബൈ ഡിവിഷൻ അൽഗോരിതം there exist integers q and r such that i-j is equal to qn plus r. The remainder lies from 0 to n-1. So a raised to i-j is equal to a raised to qn plus r. ഇതെല്ലാം റിപ്പീറ്റ് പ്രോസസ് ആണ്. അപ്പൊ again you split this thing. a raised to q by a raised to n പിന്നെയും ഐഡന്റിറ്റി ആവും. That is equal to a raised to ri. അപ്പോൾ since n is the least positive integer such that a raised to n is the identity, so r is equal to 0. ശരിയാണ്, കാരണം n ഓർഡർ ആണെങ്കിൽ അതിനെക്കാട്ടിലും വലിയൊരു നമ്പറിന് പോകത്തില്ലല്ലോ. കാരണം ലീസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് n ആണ് ഐഡന്റിറ്റി തരുന്നത്. അപ്പൊ പിന്നെ അതിന് താഴെ ആവാനേ പറ്റത്തുള്ളൂ. അപ്പൊ r is equal to 0 ആണ്. അപ്പോ r ആണ് അവിടെ 0 ആവുന്നത്. സോ i-j is equal to nq എന്ന് കിട്ടി. ഒരു സെക്കൻഡ്, ഇതിവിടെ എഴുതരുത്. i-j is equal to nq, which implies ഇതിന്റെ മീനിങ് എന്താണ്? ഇപ്പൊ ഞാനിപ്പം 14 is equal to 2 into 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 2 divides 14 എഴുതി കൂടെ? എനിക്ക് 2 divides 14 എഴുതാം, അല്ലെങ്കിൽ എനിക്ക് എഴുതാം 7 divides 14 എഴുതാം. ഈ ലോജിക്കാണ് ഇവിടെ വരുന്നത്. മീൻസ് i-j is equal to n times q എന്നാണ്. അപ്പൊ i-j എന്ന് പറയുന്നത് it is divisible by n or it is divisible by q. അപ്പൊ നമ്മുടെ ആവശ്യം എന്ന് വെച്ചാൽ ഓർഡർ വെച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ n divides i-j എന്ന് പറയാം. ഇനി അതിന്റെ റിവേഴ്സ് n divides i-j ആണെങ്കിൽ ഒബ്വിയസ് ആയിട്ട് മൾട്ടിപ്പിൾ ആയിട്ട് എനിക്ക് എഴുതാൻ പറ്റും. i-j is equal to nq. So a raised to i-j is equal to a raised to n the whole raised to q. അപ്പൊ പിന്നെ ഐഡന്റിറ്റി കിട്ടി, കാരണം a raised to n എന്ന് പറയുന്നത് ഓർഡർ ആണ്. അപ്പൊ ഐഡന്റിറ്റി ഇപ്പൊ a raised to I is equal to a raised to കോൺവേഴ്സ് ചെറുതാണ്, മറ്റേത് റിപ്പീറ്റ് പ്രോസസ് ആണ് നേരത്തെ ചെയ്തതുപോലെ. അപ്പൊ അതാണ് അതിന്റെ പ്രൂഫ് ആയിട്ട് വരുന്നത്. ഇനി ഈ തിയറത്തിന്റെ കൊറോളറി ഉണ്ട്. ആ രണ്ട് കൊറോളറീസും ഓർത്ത് വെച്ചിരിക്കുക. അതായത് ഫോർ എനി ഗ്രൂപ്പ് എലമെന്റ് എ ഓർ order of the element A is the same as order of the group generated by the A. ആ എലമെന്റിന്റെ ഓർഡറും അത് ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് ഗ്രൂപ്പിന്റെ ഓർഡറും സെയിം ആയിരിക്കും. പിന്നെ അടുത്തത് let G be a group and A be an element of order n. If A raised to k is equal to E, then n divides k. നേരത്തെ പറഞ്ഞ അതേ കാര്യമാണ്. n divides i-j പറഞ്ഞെടുത്ത് k minus 0 ആണ്. അപ്പൊ n divides i-jക്ക് പകരം k വരുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ j 0 എന്നിട്ടിട്ട് അപ്പൊ ഡെഫിനറ്റ്ലി നമ്മളത് കണ്ട എന്താണ്? n divides i-j എന്നാണ് കണ്ടത്. അപ്പൊ ഇവിടെ ഇപ്പം i-j എന്ന് പറയുന്നത് k ആണ്. അപ്പൊ j 0 ആയിരിക്കണം. അപ്പൊ n divides, നമ്മൾ എഴുതിയ പ്രൂഫ് ഇങ്ങനെ എഴുതും, i-j is equal to e എന്ന് വരികയാണെങ്കിൽ n divides എന്ന് പറഞ്ഞു. ഇപ്പൊ a raised to k is equal to e ആകുമ്പോൾ n divides k ആയിരിക്കും ഒബ്വിയസ്ലി. എന്റെ കൊറോളറി ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അത്രയുമാണ് അതിൻ്റെ ഒരു ലൈക്ക് സൈക്ലിക്കിന്റെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഒരു കുറച്ച് എക്സാമ്പിൾസും ആ തിയറും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന രണ്ട് കൊറോളറി.